പലരും ഇപ്പം പലരുടെയും അഭിപ്രായം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? എന്നെ RSSകാർ ഉപദ്രവിക്കുന്നു, BJPക്കാർ ഉപദ്രവിക്കുന്നു, ഹിന്ദു മതസ്ഥർ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ഓരോരുത്തർ കുശുകുശുപ്പ് എന്ന് പറയില്ലേ, അങ്ങനത്തെ രീതിയിൽ എന്നോട് സംസാരിക്കുക. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ എന്നെ ഈ RSSകാരോ ഈ BJPക്കാരോ അല്ലെ ഹിന്ദു മതസ്ഥരായിട്ടുള്ള ഒരു വ്യക്തികളും എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ചിത്രവര തുടങ്ങിയിട്ട് 11 വർഷമായി. ഉപദ്രവിക്കണം എന്നുണ്ടായിരുന്നേ ഇവർക്ക് ഇതിനു മുമ്പേ ഉപദ്രവിക്കുമായിരുന്നു. നേരെ മറിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ എന്നെ ഉപദ്രവിക്കുന്ന 4 ആൾ പറയുന്നത് കൊണ്ട് ഞാനത് വിശ്വസിക്കില്ല. ഈ ഹിന്ദുമതസ്ഥരുടെയോ അല്ലെ ഈ RSSൻ്റെയോ അല്ലെങ്കിൽ ഈ BJPയുടെയൊക്കെ ലേബൽ വെച്ചിട്ട് ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഇവരാരും എന്നെ ഉപദ്രവിക്കേണ്ടതല്ല. പിന്നെ ഞാൻ ഇവരുടെയൊക്കെ കണ്ണിൽ എന്ത് തെറ്റാണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ അവരുടെ ഒരു വിശ്വാസത്തെ കാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, മദ്രസയിൽ എൻ്റെ ഒരു മോനൊരു വിഷയം ഉണ്ടായിരുന്നു. അതിൽ ഉസ്താദ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം നീയായിട്ടുണ്ടാക്കി കൊടുക്കല്ലേ എന്നുള്ളൊരു കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ? നിങ്ങളുടെ വിശ്വാസത്തെ അല്ലേ ഞാൻ കാക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തെയോ നിങ്ങളുടെ മതത്തെയോ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹിന്ദു മതം എന്നില്ല, മുസ്ലിം മതത്തിനെയും വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മോനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പം ഉസ്താദിൻ്റെ പേര് സഹിതം ഞാൻ എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള ഉസ്താദുമാർക്ക് അത് ബാധിക്കരുത്. ഉസ്താദ് എന്ന് പറയുമ്പം എല്ലാവരെയും കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് മുജീബ് എന്നുള്ള വ്യക്തമായിട്ട് എടുത്ത് ഞാൻ ഈ പേര് പറയുന്നത്. മദ്രസയുടെ പേരും ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ആ മദ്രസയിൽ ബാക്കിയുള്ള ഉസ്താദുമാരെയും അത് ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട്. അതേസമയം തന്നെ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് പള്ളിയാണെന്നും അവിടെ ബാങ്ക് വിളിക്കാൻ വരുന്ന ഉസ്താദ് എൻ്റെ മക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നും ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു വിശ്വാസം വെച്ചിട്ട് ഈ RSSകാരോ BJPക്കാരോ അല്ലെ ഹിന്ദു മതസ്ഥരോ എന്നെ ഉപദ്രവിക്കൂല. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു BJP നേതാവിനെ പരിചയപ്പെടുന്നത് തന്നെ 2016 കോഴിക്കോട് വെച്ച് കുമ്മനം രാജശേഖരേട്ടനാണ് ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ കൊടുക്കുന്നത്, പുറത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ. അവിടെ നിന്നാണ് എന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയ അറിയൽ തുടങ്ങിയത്. രാജേട്ടൻ അന്ന് ട്വിറ്ററിലിട്ട് അവിടെ നിന്നാണ് എന്നെക്കുറിച്ച് പത്രത്തിൽ വന്ന് ന്യൂസിൽ വന്ന്. അങ്ങനെയാണ് എന്നെപ്പോലൊരു വ്യക്തി ഇങ്ങനൊരു ചിത്രകാരിയാണെന്നും ഇങ്ങനെ വരയ്ക്കാറുണ്ട് എന്നും രാജേട്ടനാണ് ആദ്യമായിട്ട് പുറം ലോകത്തിന് വിട്ടുകൊടുത്തത്. ആ ഒരു പാർട്ടിയിലുള്ള ആ ഒരു താവഹിയിലുള്ള ആരെങ്കിലും എന്നെ ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ടോ എന്നതിന് ശേഷം സുരേഷ് ഗോപി ചേട്ടനെ പരിചയപ്പെട്ടു. എനിക്ക് ഈ കോഴിക്കോട് ജില്ലയിൽ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ കാര്യത്തിൽ ആദ്യം ഇടപെടുക MT രമേശ് ചേട്ടനാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ എൻ്റെ ചുറ്റിലുള്ളപ്പോൾ ഇവരൊക്കെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ ലേബൽ വെച്ചിട്ട് ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഹിന്ദു മതസ്ഥരായും മുസ്ലിം മതസ്ഥരായിട്ടും അവരൊക്കെ ലേബലിൽ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, അതെല്ലാവരെയും കൂടി നിങ്ങൾ ആരും കണക്കാക്കിയിട്ട് സംസാരിക്കരുത്.